ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. ഇതിലെ വിശദീകരണമാകട്ടെ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായിരുന്നു. ഡൽഹി കേരള ഹൗസിൽ വെച്ച അഭിമുഖം നൽകുമ്പോൾ PR ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. എന്നാൽ ഇവർക്ക് സർക്കാരുമായി ബന്ധമില്ല. പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്ക് അറിയുന്നതല്ല, അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഏജൻസിക്കും ഇതിന്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ മകനാണ് അഭിമുഖത്തിനായി തന്നെ സമീപിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ പുറത്തുനിന്നും മറ്റൊരാൾക്ക് അവിടേക്ക് എങ്ങനെ എത്താനാകുമെന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് PR ഏജൻസി ആണെന്നാണ് പത്രത്തിന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിയും തയ്യാറായില്ല. മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. മുഖ്യമന്ത്രി നുണ പറയുന്നുവെന്നും PR ഏജൻസിക്കെതിരെയും ഹിന്ദുവിനെതിരെയും കേസെടുക്കുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായി അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ. അഭിമുഖം പ്രസിദ്ധീകരിച്ച മാധ്യമം തന്നെ വിശദീകരണം നൽകിയതോടെ വിവാദം കെട്ടടങ്ങുമെന്നാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും കണക്കുകൂട്ടൽ. എന്നാൽ നിയമസഭയിലടക്കം വിഷയം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.